കുറേ വലിയ പ്രഖ്യാപനങ്ങൾക്ക് ശേഷമുള്ള ഒരു പകൽ കടന്നുപോയിരിക്കുകയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും PM-ശ്രീ പദ്ധതിയിലെ അനിശ്ചിതത്വം പറഞ്ഞാൽ CPM-ഉം CPI-യും തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ അവസാനിച്ച ആ പകൽ മറ്റൊരു മഹാസംഭവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുമ്പോൾ വിളിച്ച മന്ത്രിസഭാ യോഗത്തിൽ CPI-യുടെ മന്ത്രിമാർ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു, ആകാംക്ഷ നിലനിൽക്കുന്നു. ചാനൽ ക്യാമറകൾ MN സ്മാരകത്തിൽ നിന്ന് AKG സെൻറ്ററിലേക്കും AKG സെൻറ്ററിൽ നിന്ന് MN സ്മാരകത്തിലേക്കും ചറപറ ഓടിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഉച്ചയോടെ അതങ്ങ് അവസാനിച്ചു. CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിലെത്തുന്നു. അവിടെ PM-ശ്രീ ക്ലോസ് ആവുകയാണ്. ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് മാറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ ഏതായാലും ആ പ്രശ്നം അവിടെ അവസാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സ്വാഭാവികമായി PM-ശ്രീയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോട് 10 ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് കരുതി തന്നെയാണ് മാധ്യമപ്രവർത്തകർ പോയി അവിടെ ഇരുന്നൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. ഓഫർ പെരുമഴ. ജഗതി ഏതോ സിനിമയിൽ 1 ബോംബ് 2 ബോംബ് 3 ബോംബ് എന്നൊക്കെ പറയുന്ന പോലെ പടപട പ്രഖ്യാപനങ്ങൾ വരികയാണ്. CMA ഒന്ന് നിർത്തി പറഞ്ഞാലേ നമുക്കിത് എഴുതിയെടുക്കാൻ പറ്റൂ എന്നുള്ള മട്ടിലായി അവിടെ കൂടിയിരുന്നവർ. പെൻഷൻ കൂട്ടണോ? പെൻഷൻ കൂട്ടിയേക്കുന്നു. എല്ലാ പെൻഷനും 400 രൂപ കൂട്ടി. 1600 2000 രൂപയായി. ചെറുപ്പക്കാർക്ക് 1000 രൂപ, വനിതകൾക്ക് 1000 രൂപ. പിന്നെ ആശാവർക്കർമാർക്ക് സമരം ചെയ്തുകൊണ്ടിരുന്ന ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടി. അംഗൻവാടി ജീവനക്കാർക്ക് കൂട്ടുന്നു, പാചക തൊഴിലാളികൾക്ക് കൂട്ടുന്നു, ഗസ്റ്റ് ലെക്ചർമാരുടെ മിനിമം വേതനം അത് 2000 രൂപ കൂട്ടുന്നു. കംപ്ലീറ്റ് കൂട്ടുകയാണ്. കുറയ്ക്കാനൊന്നുമില്ലേ എന്ന മട്ടിലായി ആളുകൾ. ഒരു മിനി ബജറ്റ് തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. വാർത്തയെല്ലാം മാറി. PM-ശ്രീയിൽ മുഖ്യമന്ത്രി എന്ത് പറയും എന്നതായിരുന്നല്ലോ പ്രധാന വാർത്തയായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. മുഴുവൻ വാർത്തയും മാറി. മുഖ്യമന്ത്രിയുടെ ഓഫർ പെരുമഴയായി പ്രധാനപ്പെട്ട വാർത്ത. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി എന്നുള്ളത് പ്രധാന തലക്കെട്ടാകുന്നു. അനുബന്ധ കൂട്ടലുകൾ അതിന് പിറകെ ഓരോന്നായി ചാനൽ മുറികളിൽ വന്ന് മറിയുന്നു, സ്ക്രീനിൽ വന്ന് നിറയുന്നു. ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ, കടങ്കേറി മുടിയുന്നു എന്ന പരാതിക്കിടയിൽ ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ഇതാര് കൊടുക്കും? ഇത് നടക്കുമോ എന്നായി പിന്നീടുള്ള സംശയം. 10,000 കോടി വേണം ഇതെല്ലാം കൊടുക്കാനേ. ഇത് എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള ചോദ്യത്തിന് ധനമന്ത്രിയുടെ ആത്മവിശ്വാസത്തിലുള്ള മറുപടി കൊടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ കടമെടുപ്പിൻ്റെ തോതൊക്കെ കുറഞ്ഞു. കടം കയറി മുടിയുമെന്നൊക്കെ പരാതി പറയുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലൊന്നും കേരളമില്ല. അത് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചുള്ള കാര്യമാണ് എന്നാണ്. ആ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് അത് കൊടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പ്രഖ്യാപിച്ചതെന്നും കെ എൻ ബാലഗോപാൽ പറയുന്നു. കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. 2 പ്രഖ്യാപനങ്ങൾ കണ്ടു. ഭരണപക്ഷത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം അറിയണമല്ലോ. വല്ലാത്തൊരു പണിയായിപ്പോയി എന്ന മട്ടിലായിരുന്നു പ്രതിപക്ഷ ക്യാമ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവം CM-ശ്രീയിൽ മുഖ്യമന്ത്രി എന്ത് പറയുന്നു എന്ന് കാണാൻ വേണ്ടി മെനക്കെട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർക്ക് കിട്ടിയത് ഇതുപോലുള്ള ഇരുട്ടടികളാണ്. കള്ളക്കളി എന്നൊക്കെ പറയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഭരണം അവരുടെ കയ്യിലാണ്. ഇലക്ഷൻ വരികയാണ്. അവരിതിനൊക്കെ പ്രഖ്യാപിക്കും. എന്തോ പറയാൻ പറ്റും. എന്നിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്താണ് പറഞ്ഞതറിയോ? ഇവന്മാർക്ക് ഓരോന്ന് പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങി പോകണ വാടയുള്ളൂ. ഇതെല്ലാം കൊടുക്കേണ്ടതാരാ? ഞങ്ങൾ, അടുത്ത സർക്കാർ. എന്തോ ഒരു ദീർഘവീക്ഷണമാണ് ഇത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. കഴിഞ്ഞ 9 വർഷവും ആർക്കും ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഗവൺമെൻറ്റാണ്. മാത്രമല്ല ജനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. കൂടുതൽ നികുതികൾ അടിച്ചേൽപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. 4-ാം തീയതി പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന
ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കായിരുന്നു. എന്താണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കായിരുന്നത്? ബഡ്ജറ്റിൽ തലയിൽ ആളുകളുടെ തലയിൽ നികുതി അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇപ്പം ഇത് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഹസനമാണ്. ഇത് വലിയ ഗൗരവത്തിലോട് ജനങ്ങൾ എടുക്കില്ല. ആശാ വർക്കർമാരോട് ഇത്രയൊരു ക്രൂരത വേണ്ടായിരുന്നു. അവർ കുറെ കൂടി ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ചെയ്യാമായിരുന്നു. രമേശ് സാറിൻ്റെ പ്രധാനപ്പെട്ട പരാതി ഈ കാണിക്കുന്നതെല്ലാം ഇലക്ഷൻ സ്റ്റണ്ട് എന്നാണ്. സ്വാഭാവികം, രണ്ട് വലിയ ഇലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ ഏത് ഭരണകക്ഷിയും ചെയ്യുന്നത് ഇവിടെയും ചെയ്തിട്ടുള്ളൂ സാറേ. പിന്നെ സാറിനറിയാമല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നടന്നത്. എവിടെ? മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ. ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരെല്ലാം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൊടുത്തത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ബീഹാറിൽ അവിടെ സ്ത്രീകളുടെ അക്കൗണ്ടിൽ ഓൾറെഡി പൈസ ചെന്ന് കഴിഞ്ഞു. ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ അവർ പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളും വിട്ടുകൊടുക്കരുത്, നിങ്ങളും പ്രഖ്യാപിക്കണം. ഈ ഇപ്പോൾ 2000 കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾ കയറി 2500 ആക്കും എന്നങ്ങ് പറയണം. പറഞ്ഞാൽ പോരാ, കൊടുക്കണം. അതുകൊണ്ടുണ്ട്. ഓക്കെ, നമുക്കിനി പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാം. അദ്ദേഹം പറയുന്നത് നിനക്കാണ്, ഇവന്മാർക്ക് ഇത് പ്രഖ്യാപിച്ചിട്ട് പോണ പാടേ ഉള്ളൂ, ഇനി വരുന്ന സർക്കാരിൻ്റെ തലയിലാണ് ഈ ബാധ്യത എല്ലാം വരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. കാരണം വേറെ എന്തോ പറയാൻ പറ്റും? പെൻഷൻ മേടിക്കുന്നത് കൂട്ടിക്കൊടുത്തത് മോശമായി എന്നൊക്കെ പറയാൻ പറ്റുമോ? അതും പറ്റില്ല, പെട്ടുപോകും. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പം 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെന്റ്. അടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റാണ്. പുള്ളി വളരെ സിമ്പിളാണ് പറഞ്ഞത്, 2500. ഒരു കാര്യം ചെയ്യും, അല്ല, പുള്ളി വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത് 2000. ഒരു കാര്യം ചെയ്യൂ, ഈ 2000 എന്നുള്ളത് 2500 ആക്കി മുൻകാല പ്രാബല്യത്തോടെയും കൊടുത്തേക്കൂ. എങ്ങനെയുണ്ട്? അതായത് 600 രൂപ പെൻഷൻ കൊടുത്തിരുന്ന കാലത്ത് അത് മുടക്കം വരുത്തിയ ടീമാണ് ഇവരെന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷം ആരോപിക്കുന്നു. അവരാണ് പറയുന്നത് ഈ 2000 എന്നുള്ളത് 2500 ആക്കി മുൻകാല പ്രാബല്യത്തോടെ കൊടുക്കാൻ. തണ്ണി സാറേ, ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം. ഇപ്പോൾ 2000 ഉള്ളൂ, ഞങ്ങളത് അധികാരത്തിലേറിയ 2500 ആക്കി തരും എന്നങ്ങ് പറയണം. പിന്നെ മുൻകാല പ്രാബല്യം, അതിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഈ 2000 2500 ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൃത്യമായി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി കാണിക്കുക. ജനങ്ങൾക്ക് സന്തോഷമാകട്ടെ എന്നാണ്. ആര് ഭരിച്ചാലും വേണ്ടില്ല, ജനങ്ങൾക്ക് അവരുടെ കൈകളിലേക്ക് പൈസ വരട്ടെ. കാരണം ഇതൊക്കെ ആശ്രയിച്ചും പ്രതീക്ഷിച്ചും ജീവിക്കുന്ന ഒരുപാട് ആളുകളുള്ള നാടാണല്ലോ നമ്മുടേത്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനാണെങ്കിൽ ഇതൊക്കെ അധികാരത്തിലേറി 1 മാസത്തിനകം പറയണം, അല്ലെങ്കിൽ നടപ്പാക്കണമായിരുന്നു എന്നൊരു വാദവും KPCC പ്രസിഡന്റ് പറയുന്നുണ്ട്. അവസാനത്തെ 6 മാസം തികച്ചില്ല. അതിനിടയിൽ 2 ഇലക്ഷനാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഇലക്ഷൻ കുതന്ത്രം മാത്രമാണ്. നത്തിങ് സിൻസിയർലി ഡൺ. ഇതിൽ കൂടുതൽ കൂട്ടണം. പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കണം. കുടിശ്ശിക എത്ര കൊടുക്കാനുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പൊ DA 17% കുടിശ്ശികളുടെടുത്താണ് 4% വർധനവ്. കുടിശ്ശിക തീർത്തു കൊടുക്കുമോ? ഇതിന് മുൻകാല പ്രാബല്യം നടപ്പിലാക്കുമോ? എന്റെ ലളിതമായ ഒരു ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ 2500 രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ? വല്ലാത്ത വാദങ്ങളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് ഇനി വലിയ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റ കാര്യം ചെയ്യാനുള്ളത്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെല്ലാം ക്ഷേമ പദ്ധതികൾ, ഇതിനെ കവച്ചു വയ്ക്കാനുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പ്രഖ്യാപിച്ചാൽ മാത്രം പോരെ, അധികാരത്തിൽ വന്നല്ല അത് കൊടുക്കാൻ വേണം എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇലക്ഷൻ ഷണ്ടാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഒരു വലിയ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും അതിൻ്റെ തൊട്ടുപിറകെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. 2 തെരഞ്ഞെടുപ്പിനും കൂടി ഉള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിനിട്ട് ഓരോ പ്രഖ്യാപനം വേണ്ടല്ലോ, 2 തെരഞ്ഞെടുപ്പിനിട്ടുള്ളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും UDFിൻ്റെയും വലിയ വലിയ പ്രഖ്യാപനങ്ങൾ പുറകെ വരും എന്ന് പ്രതീക്ഷിക്കാം. BJPയുടെയും വരുമായിരിക്കും. ഏതായാലും ഈ പ്രഖ്യാപനങ്ങളൊക്കെ കണ്ട് മനസ്സുകൊണ്ട് സന്തോഷിച്ച് ആളുകളിരിക്കുക. ഉള്ളതിൽ നല്ല പ്രഖ്യാപനങ്ങൾ ആരുടേതാണെന്ന് തോന്നുക. നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ അത് വിലയിരുത്തുക. എന്നിട്ട് പ്രതീക്ഷയുള്ളിടത്ത് വോട്ട് ചെയ്യുക. അത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വോട്ട് ചെയ്യാനൊക്കെ ഇനി ആവശ്യം പോലെ സമയമുണ്ട്. ഏതായാലും സമരം ചെയ്തുകൊണ്ടിരുന്ന ആശാ വർക്കർമാർക്കും 1000 രൂപ ഓണററി വർദ്ധിച്ചിട്ടുണ്ട്. അത് പോരാ, ഞങ്ങൾ സമരം തുടരും എന്നാണ് ആശാ വർക്കർമാരുടെ നിലപാട്. സമരം ചെയ്തുകൊണ്ടിരുന്നവരുടെ ഞങ്ങൾ എന്തൊക്കെ കൂട്ടി ചോദിച്ചിട്ടും
10 രൂപ പോലും കൂട്ടിത്തരാത്ത സർക്കാർ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതേ പൈസ കൂട്ടിയിട്ടുണ്ട്, പക്ഷേ പറ്റത്തില്ല. ഞങ്ങൾക്ക് 21,000 രൂപ വേണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശാവർക്കർമാർ പറയുന്നത്. ആ സമരം അവർ തുടരും. അത് ഒരു സരി കൂടെ തുടരട്ടെ. ഏതായാലും ഇലക്ഷൻ ഷണ്ട് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് വാർത്തകൾക്കും മീതെ ഇലക്ഷൻ ഷണ്ട് എന്നുള്ള വാചകം കേൾക്കാം. സ്വാഭാവികമായും ഒരു ഇലക്ഷൻ ഷണ്ട് തന്നെയാണ്. പക്ഷേ ഭരണപക്ഷത്തിൻ്റെ കടന്നലുകൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ് തെങ്ങിന് തുരിശടിക്കുന്ന വിമാനം കൊണ്ടുവന്ന് കണ്ടെത്തി ഇറക്കിയിട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും വരത്തില്ല ഈ ഇലക്ഷൻ ഷണ്ടെന്നാണ് ഇവരുടെ വാദം. ഏതായാലും കാര്യങ്ങളിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്നതോടെ കൂടുതൽ പ്രഖ്യാപനങ്ങളും കൂടുതൽ വാഗ്ദാനങ്ങളും എല്ലാം പ്രതീക്ഷിക്കാം. ഇതെല്ലാം താങ്ങാനുള്ള കരുത്ത് മലയാളിക്ക് നൽകണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം.